ഒരേ ജനത, ഒരേ രക്തം, പക്ഷെ ഇന്ന് രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ. ഇതൊരു വെറും കഥയല്ല, കൊറിയൻ ജനതയുടെ നെഞ്ചു പൊള്ളുന്ന യഥാർത്ഥ ചരിത്രമാണിത്. എങ്ങനെയാണ് ഒരൊറ്റ രാജ്യം ഇങ്ങനെ രണ്ടായിപ്പോയത്? നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് 1945-ലാണ്, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ സമയം. സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. രണ്ട് വൻശക്തികൾ രംഗത്തെത്തി. സോവിയറ്റ് യൂണിയൻ നോർത്ത് കൊറിയയെയും അമേരിക്ക സൗത്ത് കൊറിയയെയും നിയന്ത്രിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഭൂപടത്തില് ഒരു വര വരച്ചു. 38th പാരലൽ. അതായിരുന്നു പുതിയ അതിർത്തി. വെറും ഒരു വരയായിരുന്നില്ല അത്. ഒരു രാജ്യത്തെയും ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയും അത് വേർപെടുത്തി. അധികം വൈകിയില്ല. 1950 ജൂൺ 25 ആ സമാധാനാന്തരീക്ഷം ഒരു യുദ്ധത്തിലേക്ക് വഴിമാറി. തുടർന്നുള്ള 3 വർഷം കൊറിയൻ യുദ്ധം ആ നാടിനെ തകർത്തുകളഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു, നഗരങ്ങൾ നശിച്ചു. പക്ഷെ അവസാനം ആരും ജയിച്ചില്ല. വിജയികളില്ലാത്ത ഒരു യുദ്ധം. ഫലമോ, ആ രാജ്യം എന്നേക്കുമായി രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇവിടെ നിന്നാണ് രണ്ട് കൊറിയകളും രണ്ട് വഴികളിലേക്ക് തിരിഞ്ഞത്. തീർത്തും വ്യത്യസ്തമായ വഴികൾ. സൗത്ത് കൊറിയ ലോകത്തിനായി അവരുടെ വാതിലുകൾ തുറന്നു, എല്ലാവരുമായി സഹകരിച്ചു. എന്നാൽ നോർത്ത് കൊറിയ പുറം ലോകത്തുനിന്ന് ഒറ്റപ്പെട്ട് സൈനിക ശക്തിയിൽ മാത്രം ശ്രദ്ധിച്ചു. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ടെക്നോളജിയും സിനിമകളുമൊക്കെ. നോർത്ത് കൊറിയയുടെ ശ്രദ്ധ മുഴുവൻ മിസൈലുകളിലായിരുന്നു, ജനങ്ങളുടെ കാര്യത്തിലായിരുന്നില്ല. ഈ തീരുമാനങ്ങളുടെ വ്യത്യാസം രാത്രിയിൽ ബഹിരാകാശത്തുനിന്ന് നോക്കിയാൽ പോലും കാണാം. സൗത്ത് കൊറിയ രാത്രിയിൽ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ജീവസുറ്റ ഒരു നാട്. അതേസമയം നോർത്ത് കൊറിയയോ ഭൂപടത്തിലൊരു കറുത്ത പൊട്ടുപോലെ പൂർണ്ണമായും ഇരുട്ടിൽ. ഒരു വിദേശ സിനിമ കാണുന്നതുപോലും അവിടെ മരണശിക്ഷയ്ക്ക് കാരണമാകും. അത്രമാത്രം. ശരിക്കും ആയുധങ്ങൾ ഒരു രാജ്യത്തെ സംരക്ഷിക്കുമോ, അതോ സ്വന്തം ജനതയ്ക്ക് തടവറയാകുമോ? അപ്പോ ഒരേ ജനത, ഒരേ ചരിത്രം. പക്ഷേ ഇന്ന് രണ്ട് ലോകങ്ങൾ. ഇതൊരു വലിയ ദുരന്തമല്ലേ?